എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മനോരമ തൊഴിൽ വേദിയുടെ LP UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇതും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഒരു കാര്യം മാത്രം പറയാൻ എനിക്ക് വിട്ടുപോയി. അതായത് ഈ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച എന്തെങ്കിലും പരിഗണനാ വിഷയങ്ങൾ എടുത്തു പറയാമോ എന്നൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം, തീർച്ചയായും വരാം. അതുകൊണ്ട് ആ മേഖല വിട്ടുകളയരുത്. 3-4 സജഷൻസ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ കോളിളക്കം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം PSCക്ക് വിടണം. നമ്പർ 1. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം PSCക്ക് വിടണം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം. ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരു വിഷയമാണല്ലോ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം PSCക്ക് വിടണമെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ചോദിക്കാം. മറ്റൊന്ന്, അതായത് ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഉള്ളത് 200 പ്രവൃത്തി ദിവസമാണ്. ഒരു ദിവസം 5 മണിക്കൂർ. അങ്ങനെ ഒരു കൊല്ലത്തിൽ 1000 മണിക്കൂറാണ് നമ്മുടെ സർക്കാർ സ്കൂളിലെ ഇപ്പോഴത്തെ പ്രവൃത്തി സമയം. അത് പോരാ. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം മെച്ചപ്പെട്ടതുകൊണ്ടായില്ല, മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അതിലേറ്റവും പ്രധാനം അധ്യാപന സമയം കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കണം. അതിന് അധ്യാപക യൂണിയനുകൾ അന്നു മുതലേ കൊടിപിടിച്ചു തുടങ്ങി. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അത്രയും ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും ആക്കിയില്ലെങ്കിലും 52 ശനിയാഴ്ചയിൽ 2 മാസത്തെ 8 ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ ബാക്കി 44 ശനിയാഴ്ചയുണ്ട്. ഈ 44 ശനിയാഴ്ചകളിൽ ഒരു പകുതിയെങ്കിലും ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത്. അതുപോലും തീരുമാനമാകാതെ നിന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. പിന്നെ മറ്റൊന്ന്, ഈ സർക്കാർ സ്കൂളിലെ അധ്യാപകർ അവരുടെ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അവരോട് അവരുടെ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു നിശ്ചിത തുക ധനസഹായം ഈടാക്കി, പിഴ എന്ന് പറയുന്ന രൂപത്തിലല്ല, ഈടാക്കിയിട്ട് അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ആ തുക വിനിയോഗിക്കണം. ഒരു പരിഗണന വിഷയമാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 3 ഡയറക്ടറേറ്റുകളുണ്ട്, അല്ലേ? ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, പഴയ DPI, അതേപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, പിന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്. ഈ 3 ഡയറക്ടറേറ്റുകളും ലയിപ്പിച്ച് ഒറ്റ ഡയറക്ടറേറ്റാക്കി മാറ്റണം എന്നാണ് ഒരു ശുപാർശ മുന്നോട്ട് വെച്ചത്. ആ ശുപാർശ ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പം അതിൻ്റെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, DGE ആണ്. മനസ്സിലായില്ലേ? പിന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസില്ലേ, അതിൽ വിദ്യാഭ്യാസവും കൂടിയിട്ട് ഉൾപ്പെടുത്തണം. ഇത് നേരത്തെ തന്നെ 86-ലെ നയം മുന്നോട്ട് വെച്ചതാണ്. എന്ത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് രൂപീകരിക്കണമെന്ന്. പക്ഷേ ഇതുവരെ നിർമ്മിച്ചില്ല. ഇനി കേരളത്തോട് ആവശ്യപ്പെട്ടതല്ല, സൂചിപ്പിച്ചിരിക്കുന്നത് കേരള എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സർവീസ് രൂപീകരിക്കണം എന്നൊക്കെയാണ് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ. ഞാൻ നേരത്തെ പറയുമ്പോൾ ഒന്ന് വിട്ടുപോയതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ, അത് നമ്മുടെ അധ്യാപക അഭിരുചിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അധ്യാപക അഭിരുചി എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിഗത അഭിരുചി ഒക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന് ഒരിക്കലും നേരിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. പലപ്പോഴും പല സബ്ജക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങളാണ് കണ്ടുവരാറ്.
എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഉത്തരങ്ങൾ നൽകുമ്പോൾ പരമാവധി ഫാക്ട്സുകൾ എവിടെന്നെങ്കിലും ഉൾക്കൊള്ളിക്കുക. എന്തെങ്കിലും കൊട്ടേഷൻസ് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുക. അങ്ങനെ നിങ്ങളുടെ ഉത്തരത്തെ കൂടുതൽ മെറിറ്റോറിയസ് ആക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങളൊരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു? ടീച്ചറാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ അപേക്ഷ കൊടുത്ത് പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ എഴുതാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ, പല പ്രസിദ്ധീകരണങ്ങളിലും ഞാൻ എഴുതിയതുപോലെ, ഒരിക്കലും പൊതുവായ ഉത്തരം നൽകരുത് കേട്ടോ. കുട്ടികളെ എനിക്കിഷ്ടമാണ്, എനിക്ക് പഠിപ്പിക്കുന്നത് മുമ്പേ വളരെ താല്പര്യമുള്ള വിഷയമാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അതൊന്നും അർത്ഥമില്ലാത്ത വാക്കുകളാണ്. മുമ്പേ വളരെ താല്പര്യമുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ മുമ്പേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ടീച്ചർ അങ്ങനെ ഒരിക്കലും ജനറിക് ആവാൻ പാടില്ല, സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാ അച്ഛനമ്മമാർ ടീച്ചർമാരായിരുന്നു. വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനം, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നൊക്കെയല്ലേ. ഇങ്ങനെയൊക്കെയുള്ള പൊതുവായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് യാതൊരു നേട്ടം ഉണ്ടാക്കി തരില്ല എന്ന് ഞാൻ വളരെ ഖേദപൂർവ്വം പറയട്ടെ. അതുകൊണ്ട് ഓരോ ഉത്തരത്തിലും നിങ്ങളുടേതായ ഒരു ഛായ, നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളതിൽ വരുത്താൻ ശ്രമിക്കണം. അത് എങ്ങനെ പറ്റും? കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? നല്ലവണ്ണം ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് നന്നായി ആലോചിക്കുക. ഈ ഇൻ്റർവ്യൂ കഴിയുന്നത് വരെയെങ്കിലും മറ്റ് പ്രത്യേകിച്ച് ജോലികളിലൊന്നും പോയി സമയം കളയാതെ ഇതിന് നമ്മുടെ മുന്നിലുള്ള ഒരു അവസരമായി കാണുക. കാരണം ഇനി അങ്ങോട്ട് ഇത്തരം അവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നത്. പല ഒഴിവുകളും നികത്തപ്പെടുന്നില്ല, നിങ്ങൾക്കറിയാം. പല ഒഴിവുകളും PSCയുടെ മുന്നിലേക്കേ വരുന്നില്ല, അല്ലേ? 2021 മുതൽ DA കുടിശ്ശിക കിട്ടാനുണ്ട് ഇപ്പോഴും. ഇങ്ങനെയൊക്കെയുള്ള ക്രൈസിസിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമനത്തിൻ്റെ തോത് ഇനി അങ്ങോട്ട് കുറഞ്ഞു വരാനാണ് ചാൻസ്. ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില മോഹങ്ങൾ നൽകി പിൻവലിയുന്ന ഒരാളായി മാറും. അങ്ങനെ പാടില്ല എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് GDPയുടെ 3% ആക്കാൻ കേരളത്തിൽ ഇനി ഈ അടുത്ത കാലത്തൊന്നും വിചാരിച്ചാൽ പറ്റുകയും ചെയ്യില്ല. അടുത്ത കാര്യം, അല്ലെങ്കിൽ അധ്യാപക വൃത്തിയോട് നിങ്ങൾക്ക് താല്പര്യം തോന്നാൻ കാരണം, അത് ഒരു ചോദ്യമാവാം. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? നമുക്ക് ഓരോന്നിനോടും ഒരു അപ്രോച്ച് ഉണ്ടാവുമല്ലോ. എന്താണ് വിദ്യാഭ്യാസ ദർശനം? വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നേഷൻ ബിൽഡിങ്, രാഷ്ട്ര നിർമ്മാണം, ഉത്തമ പൗരനെ വളർത്തിയെടുക്കൽ, അല്ലേ? അങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള അറിവ് സമ്പാദനം ഒക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ദർശനം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനാകാൻ കുട്ടികളെ എത്രമാത്രം അറിഞ്ഞിരിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അധ്യാപകനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരമാവധി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളും അവരുടെ പഠന സന്നദ്ധതയുടെ തോതും അവരുടെ അഭിപ്രേരണ മോട്ടിവേഷൻ്റെ ലെവലും അവരുടെ കുടുംബ പശ്ചാത്തലവും സാംസ്കാരിക പശ്ചാത്തലവും സാംസ്കാരിക പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു നല്ല അധ്യാപകനാകാൻ നിങ്ങൾക്ക് പറ്റൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് റൂസോ ഒക്കെ പറഞ്ഞൊരു കൊട്ടേഷൻ അവിടെ കൊടുക്കാം. റൂസോ പറഞ്ഞ മഹത്തായ ഒരു വാക്കുണ്ട് ഇമൈൽ ഓൺ എഡ്യൂക്കേഷൻ എന്ന ബുക്കിൽ. ശിശു ഒരു പാഠപുസ്തകമാണ്, അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും വായിക്കണം. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകമാണ്. അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും വായിക്കണം എന്ന് വെച്ചാൽ ഓരോ കുട്ടിയെയും അധ്യാപകൻ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അധ്യാപകനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഒരു നല്ല അധ്യാപകനാകാൻ
എന്താണ് വേണ്ടത് എന്ന അങ്ങയുടെ ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സർ. ഈ സന്ദർഭത്തിൽ ഞാൻ റൂസോ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അധ്യാപകൻ ശിശു ഒരു പാഠപുസ്തകമാണ്, അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും സസൂക്ഷ്മം വായിക്കണം എന്ന റൂസോ പറഞ്ഞ വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങളിൽ ഇംപ്രസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ചെറിയ ചെറിയ കൊട്ടേഷൻസ് എന്തെങ്കിലും കരുതി വെക്കുക, എന്നിട്ട് ഏച്ചു കെട്ടാത്ത വിധത്തിൽ ഉത്തരത്തിൽ അത് കൂട്ടിച്ചേർക്കുക. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ സ്കൂളിൽ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ ഉത്തരങ്ങൾ കണ്ടേക്കാം. എന്നുവെച്ചാൽ സർക്കാർ ജോലി സമൂഹത്തിൽ മഹത്തായ ഒരു ജോലിയാണ്, അതിൻ്റേതായ അഭിമാനമുണ്ട്. സർക്കാർ ജോലിയിൽ ശമ്പളം കൃത്യമായിട്ട് കിട്ടും. സർക്കാർ ജോലി മാന്യതയുടെ പ്രതീകമാണ് സമൂഹത്തിൽ. സർക്കാർ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ഇങ്ങനെ ശരിയല്ലാത്തതും ശരിയായതുമായ ധാരാളം ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന ഉത്തരങ്ങളൊന്നും ഫാക്ച്വലി തെറ്റാവരുത്. ഒപ്പീനിയൻ പ്രകാരം ആ ഒപ്പീനിയൻ ചിലപ്പോൾ സൗണ്ട് അല്ലെങ്കിലും ഫാക്ച്വലി തെറ്റാകരുത്. ഉദാഹരണത്തിന്, അതായത് സർക്കാർ ജോലി സമൂഹത്തിൽ മാന്യതയുടെ പ്രതീകമാണ്. ഒരുപക്ഷെ ഒരുപാട് പേരങ്ങനെ കരുതുന്നുണ്ടാവും. പക്ഷേ അത് മാന്യതയുടെ പ്രതീകമായി കാണുക എന്നുള്ളത് ഒരു മുൻവിധിയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അല്ലെങ്കിൽ സർക്കാരാണ് ഏറ്റവും വലിയ തൊഴിൽദാതാവ്, ഇതൊക്കെ പറയാൻ അത് തെറ്റായ ഉത്തരങ്ങളാണ്. കാരണം സർക്കാരല്ല ഏറ്റവും വലിയ തൊഴിൽദാതാവ്. അപ്പോൾ ഉത്തരങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഒരു LP UP അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ചലഞ്ചിങ് ക്വസ്റ്റ്യനാണ്. ബോർഡിൻ്റെ മുമ്പ് മൂന്നാലാൾ ഇരുന്നിട്ട് ബോർഡിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു വിറച്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു LP സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? വിർച്വലി നിങ്ങൾ പറയും, ഒന്നുമില്ല, സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ അത്തരം ഉത്തരങ്ങൾ കൊണ്ടൊന്നും കാര്യമായിട്ടില്ല. കൂടുതൽ മെച്ചപ്പെട്ട ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക കേട്ടോ. അടുത്തത്, പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി തോന്നുന്നതെന്ത്? അത് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടോ? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്ത ചലഞ്ചിങ് ക്വസ്റ്റ്യനാണ്. അതായത് ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി നിങ്ങൾക്ക് തോന്നുന്നതെന്ത്? അത്തരം വെല്ലുവിളികൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? ഇങ്ങനൊരു ചോദ്യം നോർമലി ഒരു LP UP തലത്തിൽ ചോദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചോദിച്ചു കൂടായികയില്ല. ഒരു ഹയർ ലെവലിലൊക്കെ ആണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ HSക്കോ HSSTക്കോ ഒക്കെ ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയും നിങ്ങൾക്ക് പറയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി എനിക്ക് തോന്നുന്നത്, സർ, എനിക്കിപ്പോൾ യശ്പാൽ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടാണ് ഓർമ്മ വരുന്നത്. ഇൻ ക്ലാസ് റൂംസ് മച്ച് ഈസ് ടോട്ട് ഇൻ ദ ക്ലാസ് റൂം ബട്ട് ഓൺലി ലെസ് ഈസ് ലേൺഡ് ഓർ അണ്ടർസ്റ്റുഡ്. നമ്മുടെ ക്ലാസ് മുറികളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ പഠിക്കപ്പെടുന്നുള്ളൂ എന്ന യശ്പാലിൻ്റെ വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലായി നിങ്ങളുടെ റൂട്ട് ഏതാണെന്ന്. അതായത് ക്ലാസ്സിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ പഠിക്കപ്പെടുന്നുള്ളൂ എന്ന് വെച്ചാൽ ആ ബോധനം ഇൻസ്ട്രക്ഷൻ, വിനിമയം, ട്രാൻസാക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷനെയും ട്രാൻസാക്ഷനെയും പിന്നെ റിസപ്ഷനെയും, അതായത് കുട്ടികളിൽ അത് സ്വീകരിക്കുന്നത്, ഈ മൂന്നിൻ്റെ ഇടയിൽ കാര്യമായ തകരാറുകളുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം ആവശ്യമുള്ള പശ്ചാത്തല സൗകര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ പറയാം. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ ബഹുവിധ ഇടപെടലുകളിൽ കൂടി മാറ്റിയെടുക്കാൻ ഗവൺമെൻറ്
പല പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രിസം പദ്ധതി ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്കായി. ഒന്നും പറയാതിരിക്കുന്നതിനേക്കാളും ഇങ്ങനെ പറയാം. ഓരോ ചോദ്യത്തിനും ഫാക്ച്വലായിട്ടുള്ള ബേസിസ് കണ്ടെത്തി പറയാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിലയിരുത്തുക, അല്ലെങ്കിൽ വിവിധ തരം വിലയിരുത്തലുകളെ കുറിച്ച് പറയാമോ? പലതരത്തിലുള്ള വിലയിരുത്തലുണ്ട് അല്ലേ? അത് നമുക്കറിയാലോ. നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ രീതിയാണ്. ഞാനൊക്കെ പഠിച്ചു വന്ന സമയത്ത് വളരെ മുമ്പ് ഉള്ളത് സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ആത്യന്തിക മൂല്യനിർണ്ണയം. എന്നാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന അങ്ങനെയല്ല. ഓരോ യൂണിറ്റും പഠിപ്പിച്ചതിന് ശേഷം ആ ഭാഗത്തെക്കുറിച്ചുള്ള പരീക്ഷ നടത്തുകയും എന്നിട്ട് അതിൽ നിന്ന് വല്ല പോരായ്മയുണ്ടെങ്കിൽ അത് അടുത്ത യൂണിറ്റിൻ്റെ ബോധനത്തിലും വിനിമയത്തിലും ആ പരിഹാരം, അതിനുള്ള തകരാറിൻ്റെ പരിഹാരം സാധിച്ചെടുത്ത് അടുത്ത യൂണിറ്റിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഓരോ യൂണിറ്റിൻ്റെ വിനിമയവും മൂല്യനിർണ്ണയനവും അടുത്ത യൂണിറ്റ് മെച്ചപ്പെടുത്താനുള്ള ഒരവസരമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളത് വളരെ മെച്ചപ്പെട്ട രീതിയാണ് എന്ന് തന്നെയാണ് സർ എൻ്റെ അഭിപ്രായം. ഇങ്ങനെ പറയണം കേട്ടോ, അതന്നെ പറയണം. പിന്നെ വിവിധ തരം വിലയിരുത്തലുകൾ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഉണ്ട്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഉണ്ട്, പിന്നെ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്ന രീതി എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും സവിശേഷമായ പ്രശ്നം ഏത്? അത് പരിഹരിക്കാൻ നിങ്ങളുടെ മുന്നിൽ വല്ല മാർഗനിർദ്ദേശങ്ങളുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ചോദ്യമാണത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ വ്യക്തിത്വ സവിശേഷത എന്താണ്? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2013 കേരള കരിക്കുലം കമ്മിറ്റി, ഞാൻ പറഞ്ഞു ഡോക്ടർ PK അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കരിക്കുലം കമ്മിറ്റിയാണ് അധ്യാപകർക്ക് ആദ്യമായി കോഡ് ഓഫ് കോണ്ടക്റ്റ് രൂപീകരിച്ചത്. 2013 കൃത്യം 12 വർഷമായി. ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, അധ്യാപന വൃത്തി ഇപ്പോൾ മെഡിക്കൽ മേഖല പോലെ പ്രൊഫഷണലിസം ആയിട്ട് വന്നിട്ടില്ല. കാരണം അത് പ്രൊഫഷണലാക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന വെല്ലുവിളികൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യത്തിൻ്റെയും വെല്ലുവിളികൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഒരിക്കലും മാറ്റം വരാത്ത തരത്തിൽ ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത്തരം ഉത്തരം പറയണം കേട്ടോ. പക്ഷേ എങ്കിലും 2013 വന്ന ഡോക്ടർ PK അബ്ദുൾ അസീസ് ലത്തീഫ് കമ്മിറ്റിയാണ് ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് രൂപീകരിച്ചത്. അതിലാണ് ഞാൻ പറയുന്നത് അധ്യാപകൻ ആരൊക്കെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അധ്യാപകൻ ഒരു പ്രേരകനായിരിക്കണം, ഫെസിലിറ്റേറ്ററായിരിക്കണം, ഒരു ഗൈഡായിരിക്കണം, ഒരു ഫ്രണ്ടായിരിക്കണം, ഒരു കോ പേരൻ്റായിരിക്കണം, സഹരക്ഷിതാവായിരിക്കണം, ഒരു മെൻറ്ററായിരിക്കണം, ഒരു കുട്ടികളെ, വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ആളായിരിക്കണം. പിന്നെ 6ാമതായിട്ട് പറഞ്ഞത് കേൾക്കണോ? അതായത് സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറുള്ള ആളും ആയിരിക്കണം അധ്യാപകൻ. ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അധ്യാപകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു തീർക്കാനുള്ള പോർഷൻ കവർ ചെയ്തങ്ങ് പോകുന്നതാണ് ഇതുവരെ കണ്ടത്. യഥാർത്ഥത്തിൽ ഞാനൊരു പ്രസംഗത്തിൽ കേട്ടത് അബ്ദുൽ കലാമിൻ്റെ തന്നെ തോന്നുന്നു. ഒരു പ്രസംഗത്തിൽ മുമ്പ് അദ്ദേഹം പറഞ്ഞത് കേട്ടത്, മോസ്റ്റ് ഓഫ് അവർ ടീച്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു കവർ ദ പോർഷൻസ്, ബട്ട് ഇൻ ഫാക്ട് ഇൻ മൈ ഒപ്പീനിയൻ വി ആർ നോട്ട് സപ്പോസ് ടു കവർ ദ പോർഷൻ, ബട്ട് വി ഹാവ് ടു അൺകവർ ദ പോർഷൻ, അല്ലെങ്കിൽ ഡിസ്കവർ ദ പോർഷൻ. നമ്മൾ കവർ ചെയ്ത് വെക്കുക വെച്ചാൽ നാം മൂടി വെക്കുക എന്നല്ലേ അർത്ഥം, അല്ലേ? ഒരു അധ്യാപകൻ്റെ ജോലി മൂടി വെക്കലല്ല,
തുറന്നു വെക്കലാണ് എന്ന് അബ്ദുൽ കലാം പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് സർ. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടി മാർക്ക് വരും. ഇനി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ ഒരു നേട്ടം, ഒരു ഘടകം ആയി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ പറയാനുള്ള ഒരു അവസരമാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അനുകൂല ഘടകമായി തോന്നുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായി തോന്നുന്നത് എന്ത് എന്ന് ചോദിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അനുകൂലമായി തോന്നുന്നത് എന്താണ്? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. അധ്യാപനം ഒരു കലയാണെങ്കിൽ അധ്യാപിക ഒരു കലാകാരിയായിരിക്കണം. അധ്യാപനം ഒരു സംഘാടനമാണെങ്കിൽ, കാരണം പഠനയാത്രക്കൊക്കെ പോകുമ്പോൾ സംഘാടനം ഉണ്ടാവുമല്ലോ, അപ്പോൾ സംഘാടനമാണെങ്കിൽ അധ്യാപിക ഒരു സംഘാടകയായിരിക്കണം. അധ്യാപനം ഒരു ശില്പം, ഒരു ക്രാഫ്റ്റാണെങ്കിൽ, ഈ ടീച്ചിങ് ഈസ് എ ക്രാഫ്റ്റ്, ദെൻ യു ആർ എ ക്രാഫ്റ്റ് മാൻ, ഒരു ശില്പിയായിരിക്കണം നിങ്ങൾ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ അയഞ്ഞ രീതിയിൽ പെരുമാറാനുള്ള സവിശേഷമായൊരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടായിരിക്കണം. മാത്രമല്ല അതിനനുസരിച്ചുള്ള ഒരു മാതൃക മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ആളായിരിക്കണം. ഒപ്പം കുട്ടികൾക്ക് ഈ മാതൃകകളെ അനുകരിക്കപ്പെടുന്നതാണ് എന്ന് കുട്ടികൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുമായിരിക്കണം അധ്യാപകൻ. അപ്പോഴാണ് അബ്ദുൽ അസീസ് കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യം ഞാൻ പറയുന്നത്, കുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ. അതുപോലെ സാഹസിക കൃത്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുള്ളവനും ആയിരിക്കണം. എന്താ ഈ സാഹസിക കൃത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ, അതായത് പഠിപ്പിക്കേണ്ട ജോലി 4 മണി വരെ ക്ലാസ് കഴിഞ്ഞു ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകലല്ല. കുട്ടി ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ആ കുട്ടിയുടെ പ്രശ്ന പരിഹരണത്തിനൊക്കെ മുൻകൈ എടുക്കേണ്ട ആൾ ഇതേ അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആളല്ല. സാഹസിക കൃത്യങ്ങളിൽ കൂടി തൻ്റെ വിദ്യാലയവും പരിസരവും നേട്ടങ്ങളുമൊക്കെ നന്നായി നടത്തിക്കൊണ്ട ആൾ ആയിരിക്കണം. ഇപ്പം തന്നെ നമുക്കറിയാം, സ്കൂൾ ഉച്ചഭക്ഷണത്തിന് പല സ്കൂളിലും പണം കിട്ടുന്നില്ല. പിന്നീട് എന്തായിരുന്നു, അവിടുത്തെ അധ്യാപകർ സ്വയം കാശെടുത്തിട്ടും പിന്നെ ഒക്കെയാണ് ഉച്ചഭക്ഷണം നൽകി വരുന്നത്. ഇതൊക്കെ ഒരർത്ഥത്തിൽ സാഹസിക കൃത്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അധ്യാപകനെ സാധിക്കും. ഇങ്ങനെ സമൂഹത്തിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. ഓക്കെ. ഇനി ക്ലാസ്സിൽ നിരന്തരമായി ശല്യമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ നിങ്ങളെങ്ങനെ സമീപിക്കും? അല്ലേ, സാധാരണ രീതിയിൽ ഉള്ള ഒരു നിരീക്ഷണം കൊണ്ടോ പരീക്ഷണം കൊണ്ടോ അവനെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അവനൊരു കേസായി കണ്ട്, ഒരു കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ രക്ഷിതാക്കളോട് സംസാരിച്ച്, അല്ലെങ്കിൽ അവനോട് ഒറ്റയ്ക്ക് സംസാരിച്ച്, ഒന്നുമില്ല സർ, ഇന്ന് രാജു ഒരു പ്രോബ്ലം സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആസ് എ ടീച്ചർ നിങ്ങളെന്ത് കരുതുന്നു? ഓക്കെ, ഇന്നത്തെ പീരീഡിൽ ഞാൻ രാജുവിനെ കൊണ്ട് ഒരു ഫുട്ബോളുമായിട്ട് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും രാജു ഇങ്ങനെ ഫുട്ബോൾ തട്ടി കളിച്ചു. അപ്പം ഞാൻ അവനോട് സ്നേഹത്തോടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു. എന്താ പ്രശ്നം, സ്കൂളിൽ വരാതെ എന്തിനാ വൈകുന്നത്, സ്കൂളിൽ എന്താണ് ഏകാഗിയായി ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മെല്ലെ മെല്ലെ അവനുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. ഇത് തന്നെയാണ് ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓരോന്നിനും ഓരോ കേസായിട്ട് എടുക്കുക. കേസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നല്ല അർത്ഥം. ഒരു വ്യക്തിയാവാം, ഒരു സംഭവമാവാം, ഒരു ഈവൻ്റാവാം, ഒരു പ്രതിഭാസമാവാം, എല്ലാം കേസാണ് അല്ലേ? ഓക്കെ. ഇപ്പോൾ കോവിഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠനം നടത്തുന്നുണ്ട്. സ്റ്റഡി ഉണ്ട്, റിസർച്ച് ഉണ്ട്, എക്സ്പെരിമെൻ്റ് ഉണ്ട്. പക്ഷെ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമുണ്ടല്ലോ, ചൈനയിലെ ഹുവാൻ, ആ പ്രദേശം കേന്ദ്രീകരിച്ച് നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പോൾ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ചില പഠനങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ചോദിക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളൊന്ന് വിവരിക്കാമോ? വിദ്യാഭ്യാസ നേട്ടങ്ങൾ വിവരിക്കാമോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബയോഡാറ്റയിൽ എഴുതിയിട്ടുണ്ടാവും. ബയോഡാറ്റയിൽ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് തന്നെ പറയുക.
ഓക്കെ. പലപ്പോഴും നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്, നിങ്ങൾ 2010 BA പാസ്സാവുന്നത്, പക്ഷെ MA പാസ്സാവുന്നത് 2020 അല്ലെങ്കിൽ B.Ed പാസ്സാവുന്ന 2020 എന്താ ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ആ കാരണം അതേപോലെ പറയാം കേട്ടോ. അപ്പോൾ അതിന് ചോദിക്കുന്ന ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് അതിൽ. അതായത് നമ്മൾ ഒരു ജോലി ചെയ്തു വരവേ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഈ ജോലിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റാണ്. ആൻഡ് ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? ഘർഷണപരമായ തൊഴിലില്ലായ്മ. നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മെച്ചപ്പെട്ട ഒരു തൊഴിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ തൊഴിലിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഈ തൊഴിൽ ഇല്ലാതാവുന്നു നമുക്ക്. അപ്പോൾ അവിടെ ഒരു തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലില്ലായ്മ നിങ്ങൾക്ക് നാളെ ബെറ്ററാവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരിക്കലാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അതെന്താ കേട്ടെ. ഇനി ഈ പഠന പിന്നോക്കാവസ്ഥയുള്ളവരും ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ഉള്ളവരും പ്രതിഭാശാലികളും ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ അങ്ങനെ സംഭവിച്ച് കാണുന്നത് അല്ലേ, നമ്മൾ പ്രതിഭാശാലികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമ്മുടേത്. അപ്പോൾ പഠന പിന്നാക്കാവസ്ഥയുള്ളവരും പ്രതിഭാശാലികളും മന്ദപഠിതാക്കളും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? അതായത് ഒരു മീഡിയോക്കർ ലൈനിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോകും. പഠന പിന്നാക്കാവസ്ഥയുള്ളവർക്ക് നിങ്ങൾ പൂരക വിദ്യാഭ്യാസം കൊടുക്കും, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കും. പഠനത്തിൽ പ്രതിഭാശാലികളായ ആൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് അവന് മതിയായില്ലാതെ വരും. അപ്പോൾ അവന് നിങ്ങൾ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കണം. അതിൻ്റെ പേര് പോഷണ പരിപാടികൾ. സോ ഒരു ഭാഗത്ത് അനുപൂരക വിദ്യാഭ്യാസം, മറുഭാഗത്ത് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, ഇതൊക്കെ നൽകണം. അധ്യാപകൻ ഒരു നിരന്തര വിദ്യാർത്ഥി ആയിരിക്കണം എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണേ. പിന്നെ കുറച്ചും കൂടെ സബ്ജക്റ്റീവായ ക്വസ്റ്റ്യൻ. അധ്യാപക ജോലിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവിടുത്തെ യൂണിയനിൽ പെടുന്ന കുറച്ച് അധ്യാപകർ നിങ്ങളെ സമീപിച്ചിട്ട് പറയാണ് അവരുടെ ജോലിയിൽ ചേരണമെന്ന്, അവരുടെ യൂണിയനിൽ ചേരണമെന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇതിന് ഉത്തരം നിങ്ങൾ ബോർഡിനോട് എങ്ങനെ പറയുക എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, അതായത് സർ, ഓരോ യൂണിയനിലും ഓരോ മേഖലയിലും അവിടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി യൂണിയനുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം യൂണിയനിൽ അംഗമാവുന്നതിൽ എനിക്ക് വിരോധവുമില്ല. എന്നാൽ ഞാൻ സ്കൂളിൽ ചേർന്ന ദിവസം തന്നെ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനന്ന് നിന്നു കൊടുക്കില്ല. ഞാൻ പറയും, ഞാൻ ആദ്യം എൻ്റെ കുട്ടികളെ പഠിക്കട്ടെ, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യങ്ങൾ നീക്കട്ടെ, അത് കഴിഞ്ഞ് സമയമാകുമ്പോൾ അനുകൂലമായൊരു സംഘടനയിൽ ഞാൻ ചേരുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഉത്തരമായി. ഇനി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. ഒരു പക്ഷേ ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇനി അതല്ലെങ്കിൽ തുടർ പ്രവർത്തനം നിങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യും? ഇതൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറയണം, സർ, ഈ ജോലി എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എഴുത്ത് പരീക്ഷയിൽ എനിക്ക് മികച്ച മാർക്കുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിലും നന്നായി ശോഭിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ ഈ ജോലി കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും നോക്കി ഇതിലും മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കും, അല്ലാതെ ഒട്ടും തളർന്നു പോകില്ല. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പറയണം. ഇനി നോർമലി ഒരു ഇൻ്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പായിട്ട്, ഒരു ഐഡിയൽ ഇൻ്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ ചോദിച്ചു വരാറുള്ള ഒരു ചോദ്യമാണ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടോ? ഇത്രയും നേരം അവർ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലേ, ഇനിയോ പോകാൻ നേരം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ
ഞങ്ങളോട് പറയാനുണ്ടോ, അറിയിക്കാറുണ്ടോ? ഉണ്ടെങ്കിലുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുറച്ച് അധ്യാപന അഭിരുചി, വ്യക്തിത്വ അഭിരുചി, അധ്യാപന മികവ്, സംഘടനാ ശേഷി, അതുപോലെ പ്രശ്നപരിഹരണ ശേഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇത് മുഴുവനും സബ്ജക്റ്റീവായ ചോദ്യമാണ്. ഇതിന് ഓരോ ആളും അവരുടേതായ മികച്ച ഒബ്ജക്റ്റീവ് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എല്ലാവർക്കും ഒരേ ഉത്തരം പറഞ്ഞു കൊടുക്കുക സാധ്യമല്ല. ബിക്കോസ് ഓരോ ആളുടെ മോട്ടിവേഷൻ ലെവലും നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റും അവരുടെ അഭിപ്രായങ്ങളും കൺവിക്ഷൻസും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരേ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഓരോ ആളും അവരുടേതായ മെച്ചപ്പെട്ട ഉത്തരങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും മനോരമ തൊഴിൽ വീഥിയുടെ ഭാഗമായിട്ടുള്ള ഈ വീഡിയോയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിജയാശംസകൾ.